ഇവിടെ അടുത്ത പ്രധാനമന്ത്രിയാണുള്ള ഭാഗ്യം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകുമോ? ഇല്ല. എന്നാ മേഡം ചോദിച്ചേ? അടുത്ത പ്രധാനമന്ത്രിയാണുള്ള ഭാഗ്യം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാവില്ല. 100% അയാൾ ഒരു കോമഡി ആളാണ്. അയാൾ ശരിയില്ല. ഒരു സ്കൂൾ ലീഡറിൻ്റെ ഒരു ഇതും കൂടി ഇല്ല. അയാൾ വെറുതെ ഒരു ഗിമ്മിക്ക് കളിക്കുക. കാരണം തന്നെ കടലിൽ ചാടുക, ഇങ്ങനെ ഓടുക, കളിക്കുക, പോലീസ് വേനില്ല, അതൊന്നുമല്ല. നമുക്കൊരു സ്ട്രോങ് ലീഡർ ആയിക്കണം വേണ്ടത്. ഇന്ത്യനെ നയിക്കാനും ലോകത്തിന് ഒരു മാതൃകാവാനും. രാഹുൽ ഗാന്ധി ഒരിക്കലും യോഗ്യനുമല്ല. കോൺഗ്രസിൽ എങ്ങനെയെങ്കിലും ആണെങ്കിലും ഒരു പ്രിയങ്ക ഗാന്ധി എന്നാലും ബെറ്ററാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് നരേന്ദ്രമോദി തന്നെ. 100% വരും. രാഹുൽ ഗാന്ധിക്ക് കിട്ടുമോ? എന്താ അഭിപ്രായം? ഇല്ല. എന്തുകൊണ്ടാണ്? അത് ഒന്ന് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അധംപതനമാണ് ഏറ്റവും വലിയ. വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ കോൺഗ്രസ് കൂടി വന്നാൽ ഒരു 70-72 സീറ്റോളം ഇത്തവണ പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത ഭരണം നരേന്ദ്രമോദിക്ക് തന്നെയാണ്. കിട്ടൂല. നരേന്ദ്രമോദി ഇവരുടെ ഇന്ത്യ സഖ്യത്തിൽ വേറെ ആരെങ്കിലും ആയിരിക്കുള്ളൂ വരണം. യോഗ്യതയുള്ള. ഓക്കെ. ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? നരേന്ദ്രമോദിക്ക് തന്നെ ചാൻസ്. നരേന്ദ്രമോദി അത്രയ്ക്ക് നന്നായിട്ട് ഭരിക്കുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഭരിക്കുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ ഒരു വ്യക്തിത്വം രാഹുൽ ഗാന്ധിക്ക് അത്രയ്ക്ക് പവർ പോരെന്നാണോ? പവർ ഇല്ലെന്നല്ല, നരേന്ദ്രമോദി അത്രയും പറ്റില്ല. ഉറപ്പാണ്. വ്യക്തിത്വം കൊണ്ടും എല്ലാം കൊണ്ടും അധികാരം കൊണ്ടും എല്ലാം കൊണ്ടും നരേന്ദ്രമോദി തന്നെയാണ്. പ്രധാനമന്ത്രിയാകാനുള്ളൊരു ഭാഗ്യം കിട്ടുമോ? ജനങ്ങളത് കൊടുക്കുമോ? ജനങ്ങൾ കൊടുക്കുമല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഭരണം അവരുടെ അടുത്താവുകൊണ്ട് അവരുടെ കയ്യിൽ തന്നെയാണ്. ഇപ്പോൾ എന്താ വെച്ചാൽ ജുഡീഷ്യറി എല്ലാതും ഇപ്പോൾ അവരുടെ കയ്യിൽ തന്നെയാണ്. കേന്ദ്രത്തിൻ്റെ കയ്യിൽ തന്നെയാണ് ഇപ്പോൾ നിലവിലെ കേന്ദ്രത്തിൻ്റെ കയ്യിൽ. അതുകൊണ്ട് വരാൻ ചാൻസ് കുറവാണ്. പിന്നെ എന്താ പറയാനുള്ളത് വെച്ചാൽ രാഹുൽ ഗാന്ധി വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കൊരു മാറ്റം ഉണ്ടാവും. ഇന്ത്യ ഒരു മോചിതമാവുമ്പോൾ മോചിതനാവും ഇന്ത്യ, അങ്ങനെ പറയണം. എല്ലാം കൊണ്ടും ഇന്ത്യ ഇപ്പോൾ ഒന്ന് ശ്വാസം മുട്ടുകയാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്ത്യ ശ്വാസം മുട്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ കടന്നിട്ട്. ഒന്ന് ഫ്രീ എയർ കിട്ടണമെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി വരണം. അല്ലെങ്കിൽ പിന്നെ വേറെ ഇപ്പോൾ അതിലിപ്പോൾ വരാനിപ്പോൾ ആരും വരാനില്ല. വേറെ ഇന്ത്യയിൽ പിന്നെ വലിയ ഇപ്പോൾ ലീഡറായിട്ട് ഇപ്പോൾ മോദി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് രാഹുൽ ഗാന്ധി തന്നെ ഉള്ളൂ. രാഹുൽ ഗാന്ധിക്ക് ഡിസിഷൻ എടുത്ത് നടപ്പിലാക്കാനുള്ളൊരു പ്രാപ്തി ഉണ്ടെന്ന് ചിന്തിക്കുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും ഉണ്ടല്ലോ. രാഹുൽ ഗാന്ധി അതുകൊണ്ട് തന്നെയാണല്ലോ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ നടക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ. ആ ഒരു നടത്തം കൊണ്ടാണ് ഇപ്പോൾ കർണാടക എന്ത് ചെയ്തത്, BJPയുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തത്. പിന്നെ അവരെ ഭരണം കൊള്ളരുതാത്ത ഭരണമാകൊണ്ടാണ് കർണാടക അവരെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തത്. ഇപ്പോൾ ഗാന്ധിക്ക് അടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനുള്ള ഭാഗ്യം ഉണ്ടാവുമോ? ഭാഗ്യം ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകാം. എന്താണ് രാഹുൽ ഗാന്ധിയെ കുറിച്ചുള്ള അഭിപ്രായം ചേട്ടൻ്റെ? അഭിപ്രായമൊന്നുമില്ല. ഇന്ത്യക്ക് ഒരു നല്ല പ്രധാനമന്ത്രിയാകാൻ യോഗ്യതയുള്ള മനുഷ്യനാണ്. ആള് നല്ലവനാണ്. ഭരിക്കാനൊക്കെ അറിയാം. കിട്ടിക്കഴിഞ്ഞാൽ ഭരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഓക്കെ. ഇപ്പോഴത്തെ ഭരണത്തിൽ നല്ല പ്രിയമാണ്. ഇപ്പോഴത്തെ ഭരണത്തിൽ സംതൃപ്തനാണോ? ഇല്ല. ശരി, ഓക്കെ. അതായത് നമ്മുടെ അടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനുള്ള ഭാഗ്യം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകുമോ? ഉണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? അത് ഇത്രയും കാലത്ത് 5 വർഷത്തെ ഭരണം എല്ലാവരും കണ്ടതല്ലേ. അപ്പോൾ കുറച്ചെങ്കിലും കോമൺ സെൻസുള്ള ആൾക്കാരാണെങ്കിൽ മാറ്റി ചിന്തിക്കാനുള്ള സമയമായി. അപ്പം രാഹുൽ ഗാന്ധി നിൽക്കുവാണെങ്കിൽ അദ്ദേഹം ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജയിക്കും. നല്ല കോൺഫിഡൻസ്. അദ്ദേഹം വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു.